നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് തരാം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നോമിനേഷനിൽ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ രേണുസുതി, അനുമോള്, ശൈത്യ, പിന്നെ രഞ്ജിത്ത്, നവീൻ, ആര്യൻ, ഇവരൊക്കെ നമ്മുടെ നോമിനേഷനിൽ വന്നിരുന്നു. പക്ഷേ ഇവരൊന്നും കാണിക്കാത്ത ഒരു കുരുട്ട് ബുദ്ധി തന്നെ പറയാം. ഇത് കുരുട്ട് ബുദ്ധിയുള്ളവർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ രേണുസുതി ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. നമുക്കതിനെക്കുറിച്ച് തന്നെ പറയാം. അപ്പോൾ രേണുസുതി നമ്മുടെ മുന്നേ തന്നെ ആയാലും നമ്മുടെ വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. രേണുസുതിയെ നമ്മൾ തെറ്റ് കണ്ടാൽ തെറ്റ് എന്ന് തന്നെ പറയണമല്ലോ. എന്നാൽ ശരിയുള്ള ഭാഗത്ത്, അതായത് അക്ബർ ഖാൻ നമ്മുടെ രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു നമ്മളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ രേണുസുതിയുടെ ഒരു കുരുട്ട് ബുദ്ധി, ആരും കാണിക്കാത്ത ഒരു കുരുട്ട് ബുദ്ധിയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. രേണുസുതി ഓൾറെഡി ബിഗ് ബോസിൽ പോകുന്നത് പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നപ്പോഴേ നമ്മളൊക്കെ കൺഫേം ഏകദേശം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണുസുതിയോട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രേണുസുതി ബിഗ് ബോസിൽ പോകുന്നതിന് തലേ ദിവസം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീടിൻ്റെ പടിയുമേലൊക്കെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെയാണുള്ളത്, ഞാൻ ഇവിടെ നിൽക്കാൻ വന്നതാണ്, കുറച്ചു ദിവസം ഇവിടെ നിൽക്കും, ബിഗ് ബോസിൽ ഞാൻ ഇതുവരെ പോയിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ ചേച്ചിയുടെ പടിയിലൊക്കെ ഇരിക്കുന്നതാന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് ആക്കിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിറ്റത്തെ ദിവസം തന്നെ രേണുസുതി ചെന്നൈയിലെത്തി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിച്ചുവിനൊക്കെ വിളിച്ച് വരുത്തിയിട്ടൊക്കെ അതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് കിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയത്, എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ടൊന്നും പരിചയപ്പെടുത്തുന്ന കണ്ടില്ല ആ പ്രൊഫൈൽ ഷൂട്ടിൻ്റെ കാര്യത്തിൻ്റെ അകത്തൊക്കെ. അതിനുശേഷം പിന്നെ അവിടെ എത്തിയ ശേഷം കുറച്ചും കൂടി സപ്പോർട്ട് കിട്ടാൻ വേണ്ടി കൊല്ലം സുധി എന്ന് പറയുന്ന അവരെ കല്ലറയുടെ അടുത്ത് പോയിട്ടുള്ള ഒരു നാടകത്തിൻ്റെ വീഡിയോ പോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സുധിച്ചേട്ടന് വേണ്ടിയാണ് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുധിയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ വോട്ടും കൂടി കിട്ടാനുള്ള ഒരു കുരുട്ട് ബുദ്ധി തന്നെ പറയാം. എനിക്ക് കുരുട്ട് ബുദ്ധിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അതൊക്കെ പിന്നെയും നമുക്ക് ഒപ്പിക്കാൻ ബിഗ് ബോസിൽ പോകുന്ന കാര്യം പറയരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ചെയ്ത കാര്യം ഇതുവരെ വെച്ചിട്ടുള്ള സീസണിൽ ആരും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ പറയും. ഇതിന് തെറ്റ് എന്ന് പറയാമെന്നുള്ള ഇതൊരു കുരുട്ട് ബുദ്ധി ആരും ചെയ്യാത്തത് കൊണ്ട് എനിക്കത്ര വലിയൊരു യോജിപ്പില്ല. അത് അവരുടെ ഇഷ്ടമാണ്, അവർ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചതായിരിക്കും. ഞാൻ ബിഗ് ബോസിൽ പോയാൽ ആദ്യ എവിക്ഷനിൽ തന്നെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നവരുമായാലും എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് രേണുസുതി ഇട്ടിട്ടുള്ളത്. നമുക്ക് ആദ്യം ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം. ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യ എവിക്ഷനിൽ തന്നെ വരുന്നുള്ളത് ചിലപ്പോൾ രേണുസുതിക്ക് തന്നെ അറിയാം. രേണുസുതിക്ക് അത്രയും നെഗറ്റീവും കാര്യങ്ങളൊക്കെയാണ് പുറത്തുള്ളത്. അതുകൊണ്ട് എനിക്ക് നോമിനേഷനിൽ വരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാരണം നമ്മളെല്ലാവരെയും മനസ്സിൽ നമുക്ക് ചിന്തിക്കാം. കാരണം പരസ്പരം നോമിനേഷൻ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒക്കെ ചിന്തിക്കാം. പക്ഷേ ഇത് ആദ്യ വീക്കിൽ തന്നെ ഞാൻ വരും, എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്രൂക്കഡ് മൈൻഡ്, കുരുട്ട് ബുദ്ധി എങ്ങനെ കിട്ടി എന്നുള്ള കാര്യമാണ്. അവർ ചിലപ്പോൾ എല്ലാം ഇവിടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഓരോരോ വീക്കിലും വരുന്നത്. അതായത് രണ്ടാമത്തെ വീക്കിൽ ഞാൻ വന്നു, അത് നമുക്ക് ഷൂട്ട് ചെയ്ത് വെക്കാമല്ലോ, അതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം അതായത് നോമിനേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അതെടുത്ത് പോസ്റ്റ് ചെയ്താൽ പോരെ. പക്ഷെ എന്നാലും ഇതുപോലുള്ളൊരു ബുദ്ധി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് ഇതുപോലെ പറയുന്നതൊക്കെ. അപ്പോൾ ഈ കാണിക്കുന്ന കുരുട്ട് ബുദ്ധി കാര്യങ്ങളൊക്കെ ആ ബിഗ് ബോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ രേണുസുതി ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോയേനെ. അവിടെ ഒരു പൂച്ചയെ പോലെയൊക്കെ ഇരുന്നിട്ട്, പക്ഷേ രേണുസുതി ഒരു വുമൺ കാർഡ് ഇറക്കുന്നത് അതിനോടും താല്പര്യമില്ല. രേണുസുതിയെ അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിൽ അക്ബർ ഖാൻ്റെ ഭാഗത്ത് തന്നെയാണ് 100% തെറ്റ്. നമ്മുടെ രേണുസുതിയെ വിമർശിച്ചിട്ടൊക്കെ, നമ്മുടെ സപ്പോർട്ട് ചെയ്തിട്ട് വിമർശിച്ചിട്ടെന്ന് പറഞ്ഞാൽ രേണുസുതിൻ്റെ ചില പ്രസ്താവനകൾ നമ്മൾ വിമർശിച്ചിട്ടും, എന്നാൽ രേണുസുതിയുടെ ഭാഗത്താണ് ഇക്കാര്യത്തിൽ ന്യായം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അക്ബർ ഖാൻ്റെ അടുത്ത് തന്നെയാണ് തെറ്റ്. അത്രയും വലിയൊരു തെറ്റ് ചെയ്ത ശേഷം പിന്നെ തനിക്ക് പണി കിട്ടുമോ എന്ന് വിചാരിച്ച ശേഷം പോയി മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ വ്യക്തിയെ തല്ലിയ ശേഷം നമ്മൾ പോയി മാപ്പ് പറയുന്നതിൻ്റെ അകത്ത് അർത്ഥമൊന്നുമില്ല. പറഞ്ഞിട്ട് പിന്നെ പോയി മാപ്പ് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ആ സ്പോട്ടിൽ അവിടുന്ന് ആ എല്ലാ ടാസ്കും കഴിഞ്ഞ ശേഷം ഇതൊരു ടാസ്ക്കാണ്, ഞാനത് പറയാൻ പാടില്ലായിരുന്നു, സോറി എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അത് ചെയ്തില്ല. അത് അക്ബർ ഖാൻ്റെ അടുത്ത് തന്നെയാണ് തെറ്റ്.
പക്ഷേ രേണു സുധി ഈ എല്ലാ വിധവകൾക്കും വേണ്ടിയിട്ടും എല്ലാ സ്ത്രീകളെയാണ് പറഞ്ഞതെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അക്ബർ ഖാൻ രേണു സുധിയെ മാത്രം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്, പേരും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണു പറയേണ്ട കാര്യം എന്നെയാണ് പറഞ്ഞത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് മാപ്പ് വേണ്ട, എനിക്ക് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അതെല്ലാം ഓക്കെയാണ്. പക്ഷേ എല്ലാ വിധവകളെയും അവരുടെ കാര്യമൊന്നും എടുത്തിടേണ്ട കാര്യമില്ല. രേണു സുധിയുടെ ഭാഗത്ത് തന്നെയാണ് അക്കാര്യത്തിൽ 100% ശരി. അക്ബർ ഖാൻ ഒരിക്കലും അത് പറയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം ഇത് തന്നെയാണ്. ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടിട്ട വീഡിയോയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കുരുട്ട് ബുദ്ധിയും കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചു കഴിഞ്ഞാൽ രേണു സുധിക്ക് ഇതുപോലെ വോട്ട് ചോദിക്കേണ്ട ആവശ്യം തന്നെ വരില്ല. രേണു സുധിക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും. അവിടെ ഇതുപോലത്തേനുള്ള ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ പേര് അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്, ഗ്രൂപ്പൊക്കെ കളിക്കുന്നുണ്ട്. അതൊക്കെ പൊളിച്ച് നല്ല ശക്തിയായിട്ട് മുന്നോട്ട് പോയാൽ തന്നെ മതി. പിന്നെ ചിലപ്പോൾ നോമിനേഷനിൽ വരണം തന്നെയില്ല. കാരണം നല്ല രീതിയിൽ കളിക്കുന്നവരെ ചില ആൾക്കാർ നോമിനേറ്റും ചെയ്യില്ല. പക്ഷെങ്കിൽ അവർക്ക് ജയിക്കാൻ വേണ്ടി ചെയ്യണം. എങ്കിലും ഇതുപോലെ തന്നെ ബുദ്ധി ആ ബിഗ് ബോസിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ രേണു സുധിക്ക് നല്ല സപ്പോർട്ട് കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഇനി കുഴപ്പമാവോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടാലേ അറിയുള്ളൂ. പക്ഷേ ഇത് കുഴപ്പമാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം അവർ ഓൾറെഡി ബിഗ് ബോസിൽ പോയ ശേഷമാണല്ലോ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. എടുത്തു വച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു കുരുട്ട് ബുദ്ധിനെ ഇതിന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു അറിയാത്ത കുട്ടി ഇതുപോലെയല്ല, ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടും ആകാം. ഒരു കുരുട്ട് ബുദ്ധിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.